പത്തനംതിട്ടയിൽ കായിക താരമായ ദളിത് പെൺകുട്ടിയെ സുഹൃത്തുക്കളും അധ്യാപകരും അയൽക്കാരുമടക്കം 60 പേർ ഇരയാക്കിയ സംഭവത്തിൽ നടന്നത് കൂട്ട ബലാത്സംഗമെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. 5 വർഷത്തോളം പെൺകുട്ടിയെ ഇരയാക്കിയ കേസിൽ പത്തനംതിട്ട, ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനുകളിലായി 5 എഫ്ഐആർ ആണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 18 വയസ്സുള്ള വിദ്യാർത്ഥിനിക്ക് 13 വയസ്സ് മുതൽ പീഡനം നേരിട്ടിരുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. മാത്രമല്ല, പെൺകുട്ടിയുടെ വീടുമായി അടുപ്പമുള്ള ആളുകളാണ് ആദ്യം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ 15 യുവാക്കൾ പിടിയിലായെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഇക്കഴിഞ്ഞ ദിവസം 5 പേരും ഇന്ന് 10 പേരും പിടിയിലായെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അറസ്റ്റിലായ 5 പേർ കൂട്ട ബലാത്സംഗത്തിനാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ വിവരങ്ങൾ പെൺകുട്ടി തന്നെ ഡയറിയിൽ എഴുതി വെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, കൂട്ടബലാത്സംഗത്തിനും രണ്ടാമത്തെ കേസ് വാഹനത്തിൽ കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതിനുമാണ് എടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത 5 പേരിൽ 4 പേർക്കെതിരെ ബലാത്സംഗത്തിന്, മറ്റൊരാൾക്കെതിരെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതിനുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗൃഹസന്ദർശന പരിപാടിയിലൂടെയാണ് പെൺകുട്ടി ഞെട്ടിക്കുന്ന പീഡന വിവരം പുറത്തു പറഞ്ഞിരിക്കുന്നത്. കായികതാരമായ പെൺകുട്ടി പരിശീലകരാലും പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് വിവരങ്ങൾ. 42 പേരുടെ ഫോൺ നമ്പറുകൾ പെൺകുട്ടി അച്ഛന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നു. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് 5 പേരുടെ അറസ്റ്റിലേക്ക് തന്നെ നയിച്ചതെന്നാണ് വിവരങ്ങൾ. ഗ്രാമീണ മേഖലകളിൽ സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന മഹിളാ സമിതിയിലുള്ളവരോടാണ് പെൺകുട്ടി പീഡന വിവരം ആദ്യം തുറന്നു പറഞ്ഞത്. അതിക്രമത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ പ്രവർത്തകരാകട്ടെ സമിതിയെ വിവരം അറിയിക്കുകയും തുടർന്ന് CWCക്ക് മുന്നിൽ ഹാജരായ പെൺകുട്ടിയും അമ്മയും നടക്കുന്ന ക്രൂരമായ പീഡനത്തിന്റെ വിവരങ്ങളാണ് വെളിപ്പെടുത്തിയത്. അതേസമയം പെൺകുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സാണ് പ്രായം. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ അതിക്രമം സംഭവിച്ചു എന്നതുകൊണ്ട് തന്നെ ഇതൊരു പോക്സോ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 40 പേർക്കെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞു. 13 വയസ്സുള്ളപ്പോൾ തന്റെ സുഹൃത്ത് ആദ്യം പീഡിപ്പിച്ചു. പിന്നീട് ഇയാളുടെ സുഹൃത്തുക്കൾ ദുരുപയോഗം ചെയ്തു. തുടർന്ന് നഗ്നചിത്രങ്ങൾ കൈവശപ്പെടുത്തി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പെൺകുട്ടി പറഞ്ഞത്. വിദ്യാർത്ഥിനിയുടെ സുഹൃത്തുക്കൾ, സഹപാഠികൾ, അധ്യാപകർ, പരിശീലകർ, അയൽക്കാർ തുടങ്ങി അനവധി പേർ തന്നെ പീഡിപ്പിച്ചു എന്നാണ് വിവരങ്ങൾ. അതേസമയം ഇരയായ പെൺകുട്ടിയെ ഇത്രയേറെ പേർ ലൈംഗികമായി ചൂഷണം ചെയ്ത സംഭവം അപൂർവത്തിൽ അപൂർവമെന്നാണ് വിവരങ്ങൾ. പെൺകുട്ടി നിലവിൽ പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലാണുള്ളത്. കൂടുതൽ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പെൺകുട്ടിയെ മഹിളാ മന്ദിരത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പെൺകുട്ടിയിൽ നിന്നും ലഭ്യമായ മൊഴിയും യുവാക്കളുടെ പ്രതികരണവും തമ്മിൽ യോജിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കുകയാണ്. അതേസമയം യുവാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതല്ലാതെ പെൺകുട്ടിയുടെ ആക്ഷേപം മാത്രമാണെന്ന് തെളിഞ്ഞാൽ യുവാക്കളെ വിട്ടയക്കുക ചെയ്യുമെന്നും പോലീസ് പറയുന്നു. അതേസമയം പത്തനംതിട്ട നഗരം കേന്ദ്രീകരിച്ചും പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും കൂടുതൽ പോലീസ് സന്നാഹത്തെ വിന്യസിക്കുമെന്നാണ് വിവരങ്ങൾ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ WCCയുടെ പ്രതികരണം മാത്രമാണ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുള്ളത്. അതേസമയം പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോണിലൂടെയാണ് പ്രതികളെ വിളിച്ചിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഫോണിൽ സേവ് ചെയ്തിരുന്ന നമ്പറുകളിൽ നിന്നും പോലീസ് 40ഓളം പ്രതികളെയാണ് തിരിച്ചറിഞ്ഞത്. ഇവരെ പിടികൂടാനുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നു. അതിനിടെ 62 പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും പെൺകുട്ടി മൊഴി നൽകുന്നു. 13 വയസ്സ് മുതൽ സ്കൂൾ കാലഘട്ടം മുതൽക്ക് തന്നെ പെൺകുട്ടി പീഡനത്തിന് ഇരയായെന്നാണ് വിവരങ്ങൾ. പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതേസമയം തെളിവുകൾ കിട്ടുന്ന മുറയ്ക്ക് മറ്റുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 2 കൊല്ലമായുള്ള പീഡന വിവരങ്ങളായിരുന്നു CWC വഴി പോലീസിന് ലഭിച്ചത്. കായിക താരമായ പെൺകുട്ടിയെ ചൂഷണം ചെയ്തവരിൽ പലരും പരിശീലകരും കായിക താരങ്ങളും സഹപാഠികളും ഉണ്ടെന്നാണ് വിവരങ്ങൾ. അതേസമയം പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തും പ്രതികൾ ഉണ്ടെന്ന് പറയുന്നു. 13 വയസ്സ് മുതൽ കുട്ടി ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്നും പത്തനംതിട്ട CWC ചെയർമാൻ വ്യക്തമാക്കുകയാണ്. അസാധാരണമായ സംഭവം എന്ന നിലയിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വിട്ട് കൂടുതൽ വിശദമായ കൗൺസിലിംഗ് നടത്തുകയാണ്. ആളെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിലും കുട്ടി വിവരങ്ങൾ പുറത്ത് പറയുന്നില്ല. അച്ഛന്റെ ഫോണിൽ നിന്നും പലരുടെ ഫോൺ നമ്പറുകൾ സേവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ITL പഠിക്കുന്നവരുടെ പേരുകൾ അത്തരത്തിൽ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നു. പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിക്ക് വിവരങ്ങൾ കൈമാറിയിരിക്കുകയാണ്. പല സ്റ്റേഷനുകളിലായിട്ടാണ് അന്വേഷണം നടത്തുന്നതെന്നും പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.